നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കൊച്ചുമോള് പപ്പി ആരാണെന്ന് നീ പറഞ്ഞിട്ട് വേണോടി ഞാൻ അറിയാന്. എനിക്കേ അറിയൂ. നിനക്കറിയാവുന്നോ? ആ എങ്കി പറ, നീ പറ. പപ്പി യഥാർത്ഥത്തിൽ എന്താ നിനക്ക് പറയാനുള്ളത്? കുഞ്ഞേച്ചി പറഞ്ഞ പെണ്ണായിരിക്കോ ഈ വിളിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ അവള് പറയാൻ പോകുന്നത് പപ്പി എന്റെ മകളല്ലെന്നും പപ്പിയെ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്നും ആയിരിക്കും. ഇതറിയുമ്പോ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും. എങ്ങനെയാ ഈശ്വര ഈ ഫോൺ കോൾ ഒന്നും മുടക്കുക? എനിക്ക് നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. സത്യഭാമയുടെ വീടിനുള്ളിൽ തന്നെ സത്യഭാമയെ ചതിക്കുന്നവരുണ്ട്. അവര് വർഷങ്ങളായിട്ട് സത്യഭാമയെ ചതിച്ചോണ്ടിരിക്കുക. എന്നെ ചതിക്കുന്നുവെന്നോ? ആര്? കൊച്ചെ, പറയുമ്പോ വ്യക്തമായിട്ട് പറയണം, ഇല്ലെങ്കിൽ പറയരുത്. ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ സംസാരിക്കുന്നത്. നിങ്ങൾ ആ വീട്ടിൽ ചതിക്കപ്പെട്ടോണ്ടിരിക്കുക. കൊച്ചെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറഞ്ഞോണം. ഇങ്ങനെ തലയും വാലുമില്ലാതെ എന്നോട് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇത് കുഞ്ഞേച്ചി പറഞ്ഞ നമ്പറിൽ നിന്ന് തന്നെയാ. ഇനി അവള് പറയാൻ പോകുന്ന സത്യം കേട്ട് സത്യമ്മ ഞെട്ടും. എന്നെ ക്രൂരമായി നോക്കും. പിന്നെ എന്നെ ഈ വീട്ടിൽ നടിച്ച് പുറത്താക്കും. സത്യഭാമയുടെ വീട്ടിലുള്ള പപ്പിമോള് ശരിക്കും ആരാണെന്നറിയോ? ആരുടെ മോളാണെന്നറിയോ? ഡി, നീ ഏതാടി? വായിക്കൊള്ളാത്ത പേര് പറഞ്ഞപ്പോഴേ തോന്നി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയൂന്ന്. എന്റെ കൊച്ചുമോള് പപ്പി ആരാണെന്ന് നീ പറഞ്ഞിട്ട് വേണോടി ഞാൻ അറിയാന്. എനിക്കേ അറിയൂ. നിനക്കറിയാവുന്നോ? ആ എങ്കി പറ, നീ പറ. പപ്പി യഥാർത്ഥത്തിൽ ശ്യാമയുടെയും രോഹിത്തിന്റെയും മകളാൽ. അയ്യോ, ഹലോ സത്യമേ, എന്റെ കാലൊന്ന് മടങ്ങിപ്പോയതാ. കട്ടായോ? ഞാൻ അറിഞ്ഞില്ല, സോറി സത്യമേ. അയ്യോ, ഡിസ്പ്ലേ പോയല്ലോ. കോള് പോകുന്നില്ലല്ലോ. സോറി സത്യമേ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. ആ കുഴപ്പമില്ല, അതിപ്പം ഫോൺ ശരിയാക്കി എടുക്കാം. സംഭവിച്ചു പോയില്ലേ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ ഭാഗ്യം. ശ്യാമയാണല്ലോ. ഹലോ, ആ എന്താ ശ്യാമേ? ആ കുഞ്ഞേച്ചി, സത്യമ്മയ്ക്ക് എവിടെന്നെങ്കിലും കോള് വന്നാ കുഞ്ഞേച്ചി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പപ്പിയെ കുറിച്ച് പറഞ്ഞാ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ആരെങ്കിലും വിളിച്ചോ? ആ വിളിച്ചു. സത്യമ്മ ഇവിടെ ആരൊക്കെയോ ചേർന്ന് ചതിക്കുന്നുന്നാ വിളിച്ചവര് പറഞ്ഞ്. അപ്പൊ അത് അവള് തന്നെയാ. അവള് കുടുംബം കലക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. ഇതിപ്പോ ഞാൻ ഉണ്ടായതുകൊണ്ടും കുഞ്ഞേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടും ഞാൻ ആ ഫോൺ വിളി തടസ്സപ്പെടുത്തി. അതെന്തായാലും നന്നായി. പക്ഷെ അവൾ ഇനിയും വിളിക്കും. അവളങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോവാൻ ഒരു സാധ്യതയില്ല. പ്രതികാരം, അതാണല്ലോ അവളീ കാണിച്ചു കൂട്ടുന്നതിനിട്ടിരിക്കുന്ന പേര്. കുഞ്ഞേച്ചി, എനിക്ക് പേടിയാവുക. ഫോണില് ഭീഷണിപ്പെടുത്തുന്നോളൂ പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് കയറി വന്നാലോ? പപ്പിയെയും സത്യയെ സംബന്ധിക്കുന്ന വിവരങ്ങള് സത്യമ്മയോട് നേരിട്ട് പറഞ്ഞാലോ? നേരിട്ട് വരാൻ ഭയമുള്ളതുകൊണ്ടാണല്ലോ ഫോണിൽ കൂടെ ഭീഷണി മുഴക്കുന്നത്. അതുകൊണ്ട് ആ പേടി വേണ്ട. പക്ഷെ അവള് വീണ്ടും ഫോൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശരി കുഞ്ഞേച്ചി, ഞാനത് ശ്രദ്ധിച്ചോളാം.
പഴയതുപോലൊരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് മാത്രമായിട്ടുള്ളൊരു ലോകം, ഞാനും താനും പിന്നെ നമ്മുടെ സത്യമോളും മാത്രം. മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്ന അച്ഛനെ കാണണമെന്നുള്ള സത്യയുടെ ആഗ്രഹം ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുക. ഒടുവിൽ ഇതെന്ത് മറുപടിയിൽ അവസാനിപ്പിക്കുമെന്ന് പറയാനും പറ്റില്ല. പക്ഷെ ഒന്നിച്ച് താമസിക്കുമ്പോൾ സത്യം അറിയിക്കാതിരിക്കാനും പറ്റില്ല. വിഷ്ണുവേട്ടൻ അച്ഛനാണെന്നുള്ള സത്യം. പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. ഒന്നല്ല, പല ഭാഗത്തു നിന്നും ചോദ്യങ്ങളുണ്ടാവും. എല്ലാവർക്കും വ്യക്തമായ ഉത്തരവും കൊടുക്കേണ്ടി വരും. എല്ലാം അറിയാവുന്ന അമ്മയും വിഷ്ണുവേട്ടന്റെ വാക്കുകൾ കേട്ട് സമാധാനത്തെ ഇരിക്കുക. മൂടി വെക്കപ്പെട്ട ചില സത്യങ്ങൾക്ക് എന്നേക്കുമായ ഒരു മോചനം അതുണ്ടായേ തീരൂ. മോളെ ഇതങ്ങോട്ട് കഴിച്ചേ, കഴിച്ചിട്ട് ഫോൺ നോക്ക്. ഞാൻ കഴിച്ചോളാം ശാരദാമ്മേ. അവിടെ വെച്ചോ ശാരദാമ്മേ, ഞാൻ കഴിച്ചോളാം. അച്ഛൻ കഴിച്ചോന്ന് അറിയില്ലല്ലോ. ഈശ്വര, ഈ കുഞ്ഞിനെ ആരെങ്ങനെ നടന്ന് വിളിക്കുന്നത്? ഇനി വിഷ്ണു വല്ലോ ആണോ? ശാരദാമ്മ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛനൊക്കെ കഴിച്ചു കാണും മോളെ, ഇത്ര നേരമായില്ലേ? അതറിയാൻ എന്തോ ഒരു വഴി. എന്തറിയാൻ? അച്ഛൻ കഴിച്ചോന്ന്. എന്നാലും ഒന്ന് വിളിച്ചു പറയണ്ടല്ലേ ഒരു സമാധാനത്തിന്. അത് പോട്ടെ, മോളിത് കഴിക്കേ, എന്നാലേ ശാരദാമ്മയ്ക്ക് സമാധാനവും. കഴിക്കടാ. ശാരദ അമ്മ പറഞ്ഞ പോലെ അച്ഛൻ ചിലപ്പോ ബിസി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, അല്ലാതെ ഇഷ്ടക്കേടുകൊണ്ടൊന്നല്ലായിരിക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞാ എത്ര ഇഷ്ടമുള്ള അച്ഛനും ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവൂലേ? ഏയ്, എന്നോട് അങ്ങനെയൊന്നും കാണിക്കില്ല. ഫോൺ എടുക്കാതെ ചിലപ്പം തിരക്കൊണ്ടായിരിക്കും, അല്ലാതെ ഇഷ്ടക്കേടുകൊണ്ടൊന്നല്ല. ശരി, അങ്ങനെങ്കി അങ്ങനെ. എനിക്കിപ്പൊ സത്യം മോള് ഭക്ഷണം കഴിക്കണം, അത്രേ ഉള്ളൂ. കഴിച്ചേ. ഞാൻ കഴിച്ചോളാന്നേ, ശാരദാമ്മ അവിടെ വെച്ചേ. എന്റെ കൃഷ്ണ, ഈ കുരുന്നിന്റെ മനസ്സ് നീ ഇത് എങ്ങോട്ടൊക്കെയായി കൊണ്ടുപോകുന്നത്? ഇതിനെന്തിനാ ഇങ്ങനെ ആശ കൊടുക്കുന്നത്? ഈ വിളിക്കുന്നത് ആരാണെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരതയാ, ഒരാൾക്കും പൊറുക്കാനാവാത്ത തെറ്റ്. എന്താ ഭക്ഷണം മുന്നിൽ വെച്ചിട്ടിരിക്കുന്നേ? കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അതൊന്നുമല്ല, അച്ഛൻ വിളിച്ചില്ല, അതിന്റെ സങ്കടമാ. ഞാൻ പറഞ്ഞു അച്ഛൻ ബിസി ആയിരിക്കുമെന്ന്. എന്താ അമ്മ ഇതൊക്കെ? അവള് കുട്ടിയാണെന്ന് വിചാരിക്കാം, അമ്മയെ അതിനൊപ്പം. എടി, എന്തെങ്കിലും 4 പറ്റ് ഉള്ളി ചെല്ലണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.